എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധേയ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിക്കൊടുത്തത് ഇവിടുത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുകൊണ്ടെന്നാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും മുഖ്യധാര മാധ്യമങ്ങളും പ്രചണ്ഡ പ്രചാരണം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മുസ്ലിം രാജ്യത്ത് ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധേയായ ഒരു സ്ത്രീയെ അങ്ങനെ ഇവിടുത്തെ ഒരു മതപണ്ഡിതൻ പറഞ്ഞ് മോചിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ മതപണ്ഡിതർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ലേ? പറ്റും അല്ലേ? അപ്പോൾ എന്താ പറയേണ്ടത്? അങ്ങനെ പറ്റുവാണെങ്കിൽ, അതായത് യമനിൽ കിടക്കുന്ന നിമിഷപ്രിയ, വധശിക്ഷ വിധേയ നിമിഷപ്രിയെ ഇവിടുത്തെ കാന്തപുരം അബൂബക്കർ പറഞ്ഞുകൊണ്ട് മോചിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനിലെ സകല പ്രശ്നങ്ങളും ഈ കാന്തപുരം വിചാരിച്ചാൽ തീർക്കാൻ പറ്റും എന്നാണ് സോഷ്യൽ മീഡിയയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സർക്കാരുണ്ട്, ഈ നരേന്ദ്രമോദിയൊക്കെ എന്തിനാണ് ഭരിക്കുന്നത്, BJP ഒക്കെ പണി നിർത്തി പോയിക്കൂടെ എന്നൊക്കെയാണ്. അതായത് പണി അറിയില്ലെങ്കിൽ നിർത്തി പോയിക്കൂടെ എന്ന തരത്തിലാണ് സുഡാപ്പികളും ഇവിടുത്തെ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ പ്രചാരണം നടത്തുന്നത്. അപ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. അതായത് ഈ ഒരു വിഷയം, അതായത് ആൾക്കാർക്ക് അറിയാം, എന്താ പറയേണ്ടത്, ഈ കാന്തപുരം ഇടപെട്ടത് കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്ന എല്ലാവർക്കും അറിയാം. അതിലൊരു സംശയമില്ല, ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ സുഡാപ്പികൾ ഇങ്ങനെ വലിയ പ്രചാരണം നടത്തുകയാണ്. ഇത് BJP അടിക്കാൻ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഒരു നെറേറ്റീവ് കൊണ്ടുവരികയാണ്. അതായത് ഇവിടുത്തെ BJP ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നരേന്ദ്രമോദിയൊക്കെ വെറുതെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്, പണിയറിയാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ കാന്തപുരത്തിൻ്റെ വാഴ്ത്തപ്പെടലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒന്ന് ആലോചിച്ച് വിവരില്ല ഇവന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ പല മുസ്ലിം രാജ്യങ്ങളുമായിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് പാകിസ്ഥാനൊക്കെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇയാളെ വിളിച്ചെന്ന് സോൾവ് ചെയ്താൽ പോരെ? അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് എന്താ പറയുക ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈമിൽ ഇപ്പം കാന്തപുരത്തിന് 1-2 ദിവസമായിട്ട് വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുകഴ്ത്താത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ അവിടുത്തെ അഡ്വക്കേറ്റ്, നിമിഷപ്രിയയുടെ എല്ലാ കാര്യങ്ങളും യമനിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് എന്താ പറയുക സാമുവൽ ജെറോം എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റ് എന്താ പറയുക ഇവിടെ ഈ കാന്തപുരത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഏകദേശം ആ TV അവതാരകനായിട്ട് ഏകദേശം 10-15 മിനിറ്റോളം സംസാരിച്ചു. ഒരു വരിയിൽ പോലും ഈ കാന്തപുരത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തില്ല. അപ്പോൾ അവതാരകൻ ചോദിക്കുകയാണ്, താങ്കൾ ഇൻറ്റൻഷനലി അദ്ദേഹത്തിൻ്റെ പേര് മറച്ചു വെക്കുകയാണോ? ആണ്, അതായത് അദ്ദേഹത്തിന് ശരിക്കും ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കാതെയാണെന്നാണ് സാമുവൽ ജെറോം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിക്കൊടുക്കുന്നതിൽ ഒരു റോളും കാന്തപുരത്തിന് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് യമനിൽ തന്നെ നിന്നിട്ട് ഈ നിമിഷപ്രിയയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 4-5 മാസം ഹാൻഡിൽ ചെയ്യുന്ന ഈ സാമുവൽ ജെറോം പറയുന്നത്. ഈ സാമുവൽ ജെറോം തന്നെ പറയുന്നത് ഇതിന് ഫുൾ ക്രെഡിറ്റ് പോകുന്നത് കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും. ചാണ്ടി ഉമ്മനെ വരെ മെൻഷൻ ചെയ്തു. അതാണ് ഈ അവതാരകനെ ചൊടിപ്പിച്ചത് കേട്ടോ. ചാണ്ടി ഉമ്മനെ മെൻഷൻ ചെയ്തു, നേരെ മറിച്ച് മറ്റേ കാന്തപുരത്തിനെ മെൻഷൻ ചെയ്തില്ല. അതാണ് അവതാരകനെ ചൊടിപ്പിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാ, പ്രധാനമന്ത്രി, ഈ കേരള ഗവർണർ, നമ്മുടെ ചാണ്ടി ഉമ്മൻ, ഇവരൊക്കെ പേര് മെൻഷൻ ചെയ്യുന്നത് ഇവർക്കൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പേര് അങ്ങനെ പുറത്തു വരാത്തത്, മീഡിയയിൽ പുറത്തു വരാത്തത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. യമനിൽ വെച്ചാൽ ഒരു സുസ്ഥിരമായൊരു ഭരണകൂടമില്ല. അവിടെ ഭരിക്കുന്ന തീവ്രവാദികളാണ്, ഹൂത്തികളാണ് ഭരിക്കുന്നത്. ഈ ഹൂത്തികളിൽ തന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്. ഈ 2-3 ഗ്രൂപ്പുകൾ തിരിഞ്ഞാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് എന്താ പറയേണ്ടത്, ഔദ്യോഗികമായിട്ട് ഈ യമൻ സർക്കാരിനായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. എങ്ങനെ ബന്ധപ്പെടും? അവിടെ ഒരു ഭരണമില്ല, അവിടെ തീവ്രവാദികളാണ് ഭരിക്കുന്നത്. നേരെ മറിച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ഡിപ്ലോമാറ്റിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അൺഒഫീഷ്യലായിട്ട്, അനൗദ്യോഗികമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ആവശ്യം, അതായത് ശരിക്കും എന്താ ഇതിൽ വേണ്ടത്, അതായത് ആ കൊല്ലപ്പെട്ട ആ യുവാവിൻ്റെ കുടുംബം ശരിക്കും ആക്സെപ്റ്റ് ചെയ്യണം. എന്താ പറയുക, ഈ മണി ഉണ്ടല്ലോ, ഈ മണി അവർ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളൂ. അപ്പോൾ അതിനുള്ള പല രീതിയിലുള്ള നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ ഹൂത്തികൾക്കായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടുത്തെ ഹൂത്തികളാണ് ഭരിക്കുന്നത്. അപ്പോൾ അവരായിട്ട് പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ട് അനൗദ്യോഗികമായിട്ടോ, ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് ഇന്ത്യൻ സർക്കാർ അവിടെ ഇവരിൽ സ്വാധീനം ചെലുത്തുന്നത്. ഇപ്പം ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല. അതായത് അവിടെ ഒരു സുസ്ഥിരമായ ഭരണകൂടമില്ല. അത് ജിയോ പൊളിറ്റിക്കലായിട്ട് ഇന്ത്യ സ്വീകരിച്ചു വന്ന പല ഇതിനും ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആവാം, ചിലപ്പോൾ എന്താ പറയുക അനുകൂലമാവാം. അപ്പോൾ ഒരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല, എല്ലാം അൺഒഫീഷ്യലായിട്ട്. അതാണ് പല കാര്യങ്ങളും ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒന്നും സർക്കാർ ഒഫീഷ്യലായിട്ട് പറയാത്തത്. ശരിക്കും 2-3 ദിവസം മുന്നേ തന്നെ സർക്കാർ ഒഫീഷ്യലായിട്ട് സർക്കാരിന് അറിയായിരുന്നു, അതായത് ഈ വധശിക്ഷ നീട്ടിവെച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ സൂഫി വര്യൻ്റെ ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കാന്തപുരം പോസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ കൊടുമ്പിരി കൊള്ളുന്നു. അതിൻ്റെ പേരിൽ എന്താ പറയേണ്ടത്, ഒരു നന്മമരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എന്തോ വലിയ സമസ്ത എന്തോ വലിയ ചെയ്തു, കാന്തപുരം എന്തോ വലിയ എന്താ പറയേണ്ട കാര്യം ചെയ്തു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രചരണം നടത്തുന്നത്. അപ്പോൾ എന്ത് തന്നെയാണ് ഇതാണ് സത്യാവസ്ഥ. അവിടെ ഒരു സുസ്ഥിരമായ സർക്കാർ ഇല്ലാത്തത് കാരണം എന്താ പറയേണ്ടത്, സർക്കാരിന് ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ
പറയാൻ പറ്റില്ല. അൺഒഫീഷ്യലായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അതായത് ഇതിന് ശരിക്കും കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഈ ഫാമിലി എങ്ങനെയും കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെയാണ് സർക്കാരിന് എന്താ പറയുന്നത് 2 ദിവസത്തേക്ക് എന്താ പറയുന്നത് നീട്ടിക്കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. പക്ഷേ അത് സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം അൺഒഫീഷ്യലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ആ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബം അത് സ്വീകരിച്ചാൽ മാത്രമേ സന്തോഷിക്കാൻ വകയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ വധശിക്ഷ അവർ എക്സിക്യൂട്ട് ചെയ്യും. ശരിക്കും 16-ാം തീയതിയാണ്, ഇന്നാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ കുറച്ച് നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷിക്കാൻ വകയില്ലാത്ത ഒരു കാര്യം എങ്ങനെ കേന്ദ്ര സർക്കാർ ബ്രേക്ക് ചെയ്യും? അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരോ ഇവിടുത്തെ എന്താ പറയണ്ടേ വിദേശകാര്യ സംഭവങ്ങളോ ഒന്നും ഒരു എഫേർട്ടും എടുത്തില്ല എന്നല്ല, അവർ ആക്റ്റീവായിട്ട് ഇങ്ങനെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ആരും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഒരു തീവ്രവാദ സംഘടനയാണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പം നാളെ ജിയോ പൊളിറ്റിക്കൽ പല മാറ്റങ്ങളും വരും. അതുകൊണ്ട് ഇസ്രായേലൊക്കെ എന്താ പറയുക, ഇസ്രായേലും ഇവരൊക്കെ പല രീതിയിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ പല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല ജിയോ പൊളിറ്റിക്കൽ മാറ്റം വരും. ഇന്ത്യ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഡീൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തീവ്രവാദ സംഘടന ഡീൽ ചെയ്തിട്ട് ഭാവിയിൽ അത് ഇന്ത്യ ബാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ്, ചിലപ്പോൾ ഒരുപാട് ക്യാഷ് ഓഫർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത പല പല കാര്യങ്ങളും, അതായത് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കായ പല കാര്യങ്ങളും അവർ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും കൊടുത്തിട്ടായിരിക്കും എന്താ പറയുക നെഗോഷിയേഷൻ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. പല തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ പറയുക ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഒരു മദ്രസ നന്മമരം പൊങ്ങി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ അപ്പോൾ ആ മദ്രസ നന്മമരത്തിന് പൊക്കിയടിക്കാൻ വേണ്ടി ഇവിടെ കുറേ BGM ഇട്ട് കുറേ ആളതിൻ്റെ പേരിൽ കുറേ പണം പിരിവ് നമ്മൾ ഈ അടുത്ത കാലത്തിന് കണ്ടില്ലേ, എന്താ ഒരുപാട് നന്മമരങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഫുൾ ഉടായ്പാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അത്തരത്തിലൊരു ഉടായ്പ് കേസ് തന്നെയാണ് ഈ കാന്തപുരം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു രാജ്യത്ത് പോയി ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നുള്ള കപ്പാസിറ്റിയും അത്രയും ക്യാപ്പബിൾ അല്ല ഇയാൾ. അപ്പോൾ ഇപ്പം പുറത്ത് വരുന്ന ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾ വരുന്ന വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സൂഫി വര്യൻ വഴി അവരുടെ ഫാമിലിയെ സ്വാധീനിച്ചു എന്ന തരത്തിൽ. പക്ഷേ അങ്ങനെ എന്താ പറയുക, അങ്ങനെ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവാം. ഇവരൊക്കെ ആഗോള ഇസ്ലാമാണല്ലോ, ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് എന്തുകൊണ്ട് മറ്റേ ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധേയയായ ഒരു സ്ത്രീയുടെ വധശിക്ഷ നീട്ടിക്കൊടുക്കാൻ ഇവിടുത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പറ്റി. അതിൻ്റെ പേരിൽ ഇവിടുത്തെ സുഡാപ്പികളും ജിഹാദികളൊക്കെ നരേന്ദ്രമോദിയെയും BJP കേന്ദ്ര സർക്കാരിനൊക്കെ താറടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നു. പക്ഷേ അതൊന്നും എന്താ പറയണ്ടേ യുക്തിക്ക് നിരക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഉഡായ്പകൾ നടക്കൂ. അത്തരത്തിലുള്ള ഉഡായ്പകൾ ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രബുദ്ധരായ മണ്ടന്മാരായ ആൾക്കാർ കേരളത്തിൽ ഉള്ളിടത്തോളം കാരണം ഇവിടുത്തെ എന്താ പറയുക പിണറായി വിജയൻ 3-ാം തവണയും അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. എന്നാലോചിച്ച് നോക്കി, ഈ കാന്തപുരത്തിനെ പോലത്തെ ഉഡായ്പകൾ വലിയ പ്രചാരണം ലഭിക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ പല ഗിമ്മുക്കുകളും കാണിച്ചിട്ട് 3-ാം തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്തിനായാലും ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വരും. എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, അതായത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തു വരൂ. അപ്പോൾ നമുക്ക് അതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.